പുതുപ്പള്ളിയിൽ വന്നതും തൃക്കാക്കരയിൽ വന്നതും പാലക്കാട്ട് വന്നതും ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും തന്നെയാണ്. അവരൊക്കെ അവിടെ വന്നിട്ട് അവിടെയൊക്കെ കിട്ടുണ്ണി സർക്കസ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ആ കിട്ടുണ്ണി സർക്കസും പിണറായി വിജയൻ്റെ ആ ഗവൺമെൻറ്റും മിനിസ്റ്ററിയും അവരുടെ എല്ലാ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ആ മണ്ഡലങ്ങളിലൊക്കെ വന്നത്. അവരെന്നെയാണ് ഇവിടെയും വന്നത്. ഞാൻ പറഞ്ഞ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്ക് അവസാനിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമുള്ള യഥാർത്ഥത്തിലെ തെളിനീര് ചാലിയാറിലെ വെള്ളം പോലെ ചാലിയാറിൻ്റെ കരയിലെ ഈ നിലമ്പൂരിന് കാണാൻ സാധിക്കും. ആര്യാടൻ ബാപ്പുട്ടി, ഞങ്ങൾ പറയുന്ന ബാപ്പുട്ടി, ഷൗക്കത്ത് ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു സംശയം വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ചരിത്രം അറിയാത്ത ആളുകളല്ലല്ലോ എം സ്വരാജൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എം സ്വരാജ് അടക്കമുള്ള ഒരു ചരിത്രം അറിയാത്ത ആളുകളല്ല, അവരുടെ ഒരു ഗതികേട് കൊണ്ടാണോ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരുന്നത്? അവർക്ക് ഇതല്ലാതെ പിന്നെ രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കാര്യം സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ബംഗാൾ ഭരിച്ചിരുന്നു, ത്രിപുര ഭരിച്ചിരുന്നു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബസു ഒക്കെ ഭരിച്ചിരുന്ന ബംഗാളും ത്രിപുരയൊക്കെ നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന ഒരു തുരുത്താണ് കേരളം. ഇത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടാൽ, കിട്ടിയില്ലെങ്കിൽ, ഇതും പോയാൽ അടുത്ത പ്രാവശ്യം കേരളം ഇല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ പിരിച്ചുവിടേണ്ടി വരും. ആ ബേജാറുണ്ടാവും. എന്തിനാ പിന്നെ പോളിറ്റ് ബ്യൂറോ? ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കാതെ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്താകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഊഹിച്ചോ. അത് കൊറോണ വന്നപ്പോൾ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കിറ്റൊക്കെ കൊടുത്തു, ഗ്യാസ് വാങ്ങാൻ 1000 ഉറുപ്പിയും കൊടുത്തു. 8 മാസത്തിനകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് വീടുകളിൽ 1000 ഉറുപ്പ്യ കിട്ടിയതും കിറ്റുകളൊക്കെ കൊടുത്തതും. ആ കിറ്റുകളും കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഈ കൊറോണ അവസാനിക്കൂല, ഇത് ലോകാവസാനം, ഇന്നത്തെ ലോകാവസാനത്തിൻ്റെ ആരംഭമാണ് ഈ കൊറോണ. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനും അമേരിക്കയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ പിണറായി ഗവൺമെൻറ്റാണ്. ജനങ്ങളൊക്കെ അന്തം വിട്ടപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ വോട്ടുകൾ ചെയ്തു പോയി. അതിൻ്റെ ഖേദത്തിലാണ്. അതിൻ്റെ തെളിവുകൾ ആ തൃക്കാക്കരയും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ കണ്ടത്. അവരവിടെയൊക്കെ പറ്റിയത് ഇത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ 100 സീറ്റ് തികക്കാനാണ് തൃക്കാക്കര പോയത്, 99 100 അവിടെ 100 അല്ല, കുറഞ്ഞു വരിക. 100 കീഴ്പോട്ടേക്കാണ് വരുന്നത്, 98 97 വരികയാണ്.